ഈ കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അനിൽ നമ്പ്യാർക്കും ജനം ടി വിക്കും പണി കൊടുത്തുകൊണ്ട്, മൊത്തം പണി കൊടുത്തുകൊണ്ട്, അതായത് ഏതായാലും നിങ്ങൾ എനിക്ക് പണി തന്നു, എന്നാൽ പിന്നെ നിങ്ങളും കൂടെ പോന്നോളി എന്ന രീതിയിൽ നല്ല പണി കൊടുത്തുകൊണ്ടാണ് പി സി ജോർജ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന ഒരൊറ്റ പ്രസ്താവനയാണ് പി സി ജോർജിന്റെ ഈ അറസ്റ്റിലേക്ക് കലാശിക്കുന്നത്. പക്ഷേ ആ അറസ്റ്റ് പോലീസ് വളരെ തന്ത്രപൂർവ്വം ഇട്ട് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാതെ വട്ടം കൂട്ടി വട്ടം കൂട്ടി വട്ടം കൂട്ടി പൂച്ച എലിയെ ഇട്ട് പിടിക്കുന്ന പോലെ തട്ടി 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 അവസാനം ആരും പിന്തുണ ഇല്ലാത്ത ഒരവസ്ഥയിൽ ബി ജെ പി കേരള നേതൃത്വം പോലും അനങ്ങിയിട്ടില്ല. നിലവിൽ മറ്റാരും ഒന്നും മിണ്ടിയതുമില്ല. അതായത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തുകയാണ് ചെയ്തത്. ആദ്യം തന്നെ ചാടിക്കേറി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പി സി ജോർജിന്റെ ഒരു വലിയ ഒരു പിന്തുണ കിട്ടിയേനെ. എന്നാൽ ആ പിന്തുണ വേണ്ട, അത് പെരിയെ അങ്ങോട്ട് പോട്ടെ, കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഹൈക്കോടതിയിലേക്ക് നേരിട്ട് അങ്ങോട്ട് പോകണ്ട, ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ജഗതി പറഞ്ഞ പോലെ കാട്ടമായിട്ട് കാര്യങ്ങൾ പോട്ടെ എന്ന് പോലീസ് തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ പി സി ജോർജ് അടപടലം പെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ. ബി ജെ പിയിൽ കയറി വല്ല എം എൽ എ പട്ടമോ അല്ലെങ്കിൽ എം പി പട്ടമോ ഒക്കെ ബി ജെ പിന്റെ ലേബലിൽ ഉണ്ടാക്കി സുരക്ഷിതമായി ഡൽഹിയിലോ അവിടെ കേരളത്തിലോ ഒക്കെ ഇരിക്കാം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബി ജെ പി ആണ് എന്നൊക്കെ ചിന്തിച്ചാണ് സത്യത്തിൽ പി സി ജോർജ് പാർട്ടിയിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ മനഃപൂർവ്വം നാക്കുകൊണ്ട് ചില വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് വെക്കാൻ ബി ജെ പി കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പി സി ജോർജിന് മനസ്സിലായിട്ടുണ്ടാകുക. മുസ്ലിങ്ങൾ മുഴുവൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന പ്രസ്താവനയിൽ പി സി ജോർജ് അറസ്റ്റിലാവുമ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത്, പി സി ജോർജ് വരുന്ന 10-ാം തീയതി വരെ റിമാൻഡിലാണ് എന്നുള്ളതാണ്. അത് അറസ്റ്റ് ചെയ്ത് നേരെ റിമാൻഡിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. വലിയ നേതാക്കന്മാർക്ക് മറ്റുള്ളവർക്ക് ആകുമ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ എടുത്തിട്ട് നിരങ്ങും, അല്ലെങ്കിൽ അവിടെ റാഗിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പി സി ജോർജ് അല്ല, ആരും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് അവിടെ നടക്കുമെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് അദ്ദേഹം നേരെ ആശുപത്രിയിലേക്ക് പോയി, അവിടെയാണ്, നല്ല റിമാൻഡിലാണ്. ഇതിനിടയിൽ ആശുപത്രിയിൽ പോയിട്ട് പോലീസ് മൊഴി എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ മൊഴിയാണ് ഇപ്പോൾ സത്യത്തിൽ 8ന്റെ പണിയാക്കിയിട്ട് തനിക്കിട്ട് ഒരു ഞാൻ ഒറ്റയ്ക്ക് പോണ്ട, വരുന്നെങ്കിൽ നീയും കൂടെ പോരെ എന്നൊരു നിലപാടിലേക്ക് പി സി ജോർജ് എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരൊറ്റ മൊഴിയിൽ എല്ലാവർക്കും പണി കൊടുത്തേക്കുന്നത്. ചാനൽ ചർച്ചയിൽ പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു, അതുകൊണ്ടാണ് താനിങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഏത് ചാനൽ ചർച്ചയിലാണ് ഈ പ്രശ്നം ഉണ്ടായത്? ജനം ടി വിന്റെ ചാനൽ ചർച്ചയില്ല. ചുരുക്കം പറഞ്ഞാൽ അനിൽ നമ്പ്യാർക്കും ജനം ടി വിക്കും നല്ലൊരു പണി, നല്ലൊരു മുട്ടം പണി, പോരുന്നെങ്കിൽ അവനെ കൊണ്ടേ പോകൂ എന്നുള്ള ഒരു, നമ്മൾ ഈ അട്ടേന്റെ കാര്യം പറഞ്ഞതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിന് തല പറഞ്ഞു പോരും, അല്ലെങ്കിൽ പിടിച്ചിടം കൊണ്ടുപോരും എന്ന് പറയുന്നത് പോലെയാണ് പി സി ജോർജിന്റെ ഒരു അവസ്ഥയായിട്ട് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകോപനപരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി വെച്ചത് അനിൽ നമ്പ്യാരാണ്. അപ്പോൾ താനല്ല എൻ്റെ കുറ്റക്കാരൻ, അതുകൊണ്ട് ഒന്നുകിൽ അയാളും കൂട്ടുപ്രതിയാണ്, അല്ലെങ്കിൽ അയാളെയും ഉൾപ്പെടുത്തണം, അറസ്റ്റ് ചെയ്യണം, ജയിലിലിടണം എന്നൊക്കെ ആയിരിക്കും അവർ പക്ഷെ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളും അതുപോലെ ഭീകരവാദികളും ആണ് എന്നൊക്കെ എപ്പോഴെങ്കിലും ഒക്കെയല്ലേ വോട്ടിനോ മറ്റു കാര്യങ്ങൾക്കോ മുസ്ലിമിനെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ശരിക്ക് ബി ജെ പിയോ ആർ എസ് എസോ അത്തരത്തിലൊരു അഭിപ്രായം പറയുന്നില്ല. അവർക്ക് അതിനോട് താല്പര്യമില്ല, അങ്ങനെ പറയാൻ പറ്റത്തുമില്ല. അതിനെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ മൈനോറിറ്റി മോർച്ച അടക്കമുള്ള ഒരുപാട് ആൾക്കാരും വടക്കേ ഇന്ത്യയിൽ ബി ജെ പി എം എൽ എമാർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ യാതൊരു ഭീഷണിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ബി ജെ പിനെ വിജയിപ്പിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. ഈ ഗോത്ര സമൂഹങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്കിടയിലോ ചെറിയ ചില ഡയലോഗുകൾ ഉണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിനുപരി ഓൾ ഓവർ ഇന്ത്യ അത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പി സി ജോർജ് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർത്തമാനം ആരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും പി സിയെ കൈവിട്ടത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നോ അവർക്ക് ഭീകരവാദികളാണെന്നോ മുഴുവൻ മോശക്കാരാണെന്നോ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്നോ ഇവിടെയുള്ള ചാണക സംഖ്യകൾക്കൊഴികെ വേറെ ആർക്കും അഭിപ്രായമില്ല. ബി ജെ പി ആയിക്കോട്ടെ, ആർ എസ് എസ് ആയിക്കോട്ടെ, മറ്റ് ഹൈന്ദവ സംഘടനകളായിക്കോട്ടെ, അവർക്കൊന്നും അത്തരത്തിൽ അഭിപ്രായമില്ല. കുറെ സൈബർ ചാണക സംഖ്യകൾ, അവർ മാത്രമാണ് ആ ഒരു അഭിപ്രായം കൊണ്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത്. അതാകട്ടെ രാഷ്ട്രവിരോധമാണ്, രാഷ്ട്രത്തിന്റെ പുരോഗമനത്തിന് പറ്റില്ല, അതൊക്കെ വെറുതെ ഇങ്ങനെ തള്ളിവിടാമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പി സി ജോർജിന് സപ്പോർട്ട് ഇല്ലാതിരുന്നത്. അതായത് മുഴുവൻ ആൾക്കാരും കൈവിട്ടു എന്ന് പറയാം. ഇപ്പൊ പി സി ജോർജിന് ആരാ ഉള്ളത്? ആരുമില്ല. പാർട്ടി ബി ജെ പി ഇല്ല, മറ്റാരുമില്ല, ഒന്നുമില്ലാത്ത ഒരു എന്താ പറയാ, ഒരു സാമൂഹിക അവഹേളനമാണ് നടത്തിയത്, അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്താവന അല്ല. രാഷ്ട്രീയ പ്രസ്താവനയും സാമൂഹ്യ അവഹേളനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അവഹേളനത്തെ ബി ജെ പി അടക്കം ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് പി സി ജോർജ് ഒറ്റപ്പെട്ടത്. അനിൽ നമ്പ്യാരുടെ പേരിൽ കേസ് വരുമല്ലോ എന്ന് എനിക്കറിയില്ല, വരാം, വരാതിരിക്കാം. എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് അനിൽ നമ്പ്യാരാണ് എന്ന് പറഞ്ഞതോടുകൂടി ജനം ടി വിയെയും അനിൽ നമ്പ്യാരെയും പ്രതിക്കൂട്ടിലാക്കി എത്തിച്ചേക്കാണ് പി സി. അക്കാര്യത്തിൽ സംശയമില്ല.
അനിൽ നമ്പ്യാരാണ് തന്നെ കൊണ്ട് ഇത് പറയിച്ചത് എന്ന് പി സി ജോർജ് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ പറയാതെ പറയുന്നതിലൂടെ, തന്നെ പ്രകോപനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് സകല കുറ്റവും അനിൽ നമ്പ്യാരുടെ പെരടിക്ക് കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജനജീവിന്റെ പെരടിക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുമ്പോൾ, ഇനി ഒരു ചാനൽ ചർച്ചയ്ക്ക് പി സി ജോർജിന് എവിടെയും പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് എത്തിയെന്ന് തോന്നുന്നത്. ആകെയുള്ളൊരു ആശ്രയം ജനം ടി വി ആയിരുന്നു. അതായത് പി സി ജോർജ് എന്ന ഒരു നേതാവ് അസ്തമിക്കുക, ചുരുക്കം പറഞ്ഞാൽ. മനസ്സിലായി എല്ലാവർക്കും. Different angles. Don't forget to subscribe and support this channel.